ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായവും 22-ാമത്തെ അധ്യായവും നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഈ സീരീസ് വെളിപ്പാട് പുസ്തകം ജൂവിഷ് എപ്പിസ്റ്റൽസ്, ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള ഒരു സീരീസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കവർ ചെയ്തത് ദ ലാസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സിലേക്ക് നമ്മളിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം 21-ഉം 22-ഉം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളുടെ ആ ഒരു ഓർഡർ, എൻഡ് ടൈം ഇവൻസിൻ്റെ ഓർഡർ നന്നായി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ രണ്ട് അധ്യായങ്ങളിൽ വെള്ളസിംഹാസനത്തിന് മുമ്പും വെള്ളസിംഹാസനത്തിന് ശേഷവും ഉള്ള കാര്യങ്ങൾ ഈ രണ്ട് അധ്യായങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, പലര് 22-ാമത്തെ അധ്യായത്തിൽ ആയിരമാണ്ട് വാഴ്ചയിലെ വാക്യം വായിക്കുമ്പോൾ പിന്നെ 21-ാമത്തെ അധ്യായത്തിൽ നിത്യതയെക്കുറിച്ചുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകെ കൺഫ്യൂസ് ആവും. ഇത് രണ്ടും മിക്സ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ, ഈ എൻഡ് ടൈം ഇവൻറ്റ്സ്, ഈ വെളിപ്പാട് പുസ്തകം 21-22 നിന്ന് മനസ്സിലാക്കാൻ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് റാപ്ചർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം. അതാണ് കൃപയുടെ യുഗത്തിൻ്റെ എൻഡ്, അവസാനം. അതിനുശേഷം രാജ്യത്തിൻ്റെ പദ്ധതി വീണ്ടും ആരംഭിക്കുകയാണ്. സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നതിനും, അതും തന്നെയല്ല ആൻറ്റൈ ക്രൈസ്റ്റിൻ്റെ വെളിപ്പെടലിനെ തടയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും കൃപായുഗവുമാണ്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ജാതികളുടെ സംഖ്യ പൂർണ്ണമായി പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും രാജ്യത്തിൻ്റെ പദ്ധതി ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ഒരു റാപ്ചറിന് ശേഷം ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു പ്രോഫറ്റിക് ടൈം പീരീഡ് ഉണ്ട്. ഇസ്രായേൽ എതിർ ക്രിസ്തുവുമായിട്ട്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പ്രഭു ആയ എതിർ ക്രിസ്തുവുമായിട്ടൊരു 7 വർഷത്തെ സമാധാന കരാറ് മുദ്രയിടുമ്പോൾ, ഒരു സൈൻ ഇടുമ്പോഴാണ്, അത് എഗ്രിമെന്റ് ചെയ്യുമ്പോഴാണ് ഈ ദാനിയേൽ പ്രവചനത്തിന് 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. അതും 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനം കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുന്നു. അവിടെ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താൻ്റെ മുദ്ര ഏറ്റവർ ഒക്കെയും പിടിക്കപ്പെട്ട് അഗ്നി തടാകങ്ങൾ, ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കഴിയുമ്പോൾ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ രണ്ടാം ഒലിവ് മലയിലെ ആ വരവെങ്കിലും ഒരു വലിയൊരു യുദ്ധമുണ്ട്, ഒരു അർമഗദോൻ യുദ്ധമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന് വേണ്ടി സാത്താനെ അഴിച്ചു വിടുന്നതായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ആ പീരീഡിന് ശേഷം ദ ഫൈനൽ റിബല്യൻ, ദ ഫൈനൽ അർമഗദോൻ ഉണ്ട്. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ സമാധാനമുണ്ട്, ദേവാലയമുണ്ട്, അവിടെ യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ഇസ്രായേൽ മക്കൾ ലോകമെങ്ങും പ്രസംഗിക്കുകയും സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഈ 1000 ആണ്ട് വാഴ്ചയുടെ അവസാന ഭാഗങ്ങളിലേക്ക് ലോകമെങ്ങും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ആ കാലഘട്ടത്തിൽ 1000 ആണ്ട് വർഷത്തേക്ക് സാത്താനെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ സാത്താനെ അഴിച്ചു വിടുമ്പോൾ ഈ 1000 ആണ്ട് വർഷത്തിന് ശേഷം ആ ഒരു ചുരുങ്ങിയ പീരീഡ്, അത് എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിയില്ല, ഷോർട്ട് പീരീഡ്, അതിൻ്റെ ഒടുവിലേക്ക് എല്ലാ അവിശ്വാസികളെയും സാത്താൻ കൂട്ടിക്കൊണ്ടുവരികയാണ്, വഞ്ചനയോട് കൂട്ടിക്കൊണ്ടുവരികയാണ് ക്രിസ്തുവിനോടും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി.
അതാണ് ദ ഫൈനൽ അർമഗദോൻ. അതിന് അവസാനമായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി തൻ്റെ ശത്രുക്കളെല്ലാം സംഹരിച്ചു കളയുകയാണ്. അതിനുശേഷമാണ് വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധി. അവിടെ സാത്താനെയും മരണത്തെയും പാതാളത്തെയും എല്ലാ അവിശ്വാസികളെയും, അതായത് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ, എല്ലാ ടൈമിലെയും എല്ലാ യുഗങ്ങളിലെ അവിശ്വാസികൾ ആ സമയത്താണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവർ തീപ്പൊയ്കയിലേക്ക് ദൈവം ഇടുകയും പിന്നീട് ദൈവത്തിൻ്റെ നിത്യത, എറ്റേർണിറ്റി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ച അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. അത് രാജ്യം സ്ഥാപിക്കപ്പെടുന്നു, അതിൻ്റെ ഒരു ആരംഭമാണ്. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം, യഥാർത്ഥമായിട്ടുള്ള രാജ്യം വെള്ളസിംഹാസനത്തിന് ശേഷമാണ്, ദ എറ്റേർണിറ്റിയാണ്. കാരണം ദൈവത്തിൻ്റെ രാജ്യത്തിന് ഒരു അന്ത്യമില്ലെന്നാണ് തിരുവചനം പറയുന്നത്. ദർ ഈസ് നോ എൻഡ് ടു ഹിസ് കിങ്ഡം. റൈറ്റ്? എല്ലാത്തിനും മുമ്പേ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടായിരുന്നു, അല്ലേ? ഈ ന്യായപ്രമാണത്തിൻ്റെ യുഗം കഴിഞ്ഞ് ഒരു ലിറ്റിൽ ഫ്ലോക്കിൻ്റെ ഒരു ചർച്ച് പീരീഡ്, അത് കഴിയുമ്പോൾ കൃപയുടെ യുഗം ആരംഭിക്കുന്നു. കൃപായുഗം കഴിഞ്ഞ് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്, അത് കഴിയുമ്പോഴാണ് മഹോപദ്രവം ആരംഭിക്കുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ദ എറ്റേർണിറ്റി. എറ്റേർണിറ്റിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഈ 2 അധ്യായങ്ങളും മിക്സായി കിടക്കുന്നു. നമുക്ക് കാണാൻ കഴിയും എറ്റേർണിറ്റിയിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, അവിടെ മരണമില്ല, ശാപമില്ല, ദുഃഖമില്ല, രോഗമില്ല. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭൂമി എന്താണ് പുതിയതാകുന്നതെന്നൊക്കെ നമുക്കത് പഠിക്കാം. നമുക്ക് വാക്യങ്ങൾ ചില നമുക്കൊന്ന് വായിച്ച് നമുക്കൊന്ന് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം നമുക്ക് ഒന്ന് കേൾക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പോൾ ഇതിനെ ഈ 22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യം ഈ രണ്ടാം മരണമാണ്. അതിന് മുമ്പാണ് ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റ് ആണ് ഈ രണ്ടാം മരണം. അവിടാണ് അവിശ്വാസികളെയും സാത്താനെയും മരണത്തെയും പാതാളത്തെ എല്ലാത്തിലും നരകത്തിലേക്ക് ഇടുന്നത്. ആ ഒരു സംഭവമാണ് ഈ 2 അധ്യായങ്ങളിലെ വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് മുൻപോട്ട് വായിക്കാം. 9 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം
എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പുതിയ യെരുശലേം തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവ് തന്നെ ദേവാലയം പണിയും, അവിടെ ആരാധനയും എല്ലാം നടക്കും. എന്നാൽ ഇതൊരു ഫിസിക്കൽ, ഒരു ടാഞ്ചിബിൾ, നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന ഒരു മന്ദിരമാണ്, ഒരു നഗരമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ 12 അടിസ്ഥാനങ്ങൾ, അതിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്. അതിൽ പൗലോസ് അപ്പോസ്തലൻ്റെ പേരുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലനെ ഒരു വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിച്ചിരുന്നതാണ്, അല്ലേ? ജാതികളുടെ അപ്പോസ്തലനായിട്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം ആത്മീക അനുഗ്രഹങ്ങളാണ്. അതെല്ലാം സ്വർഗസ്ഥലങ്ങളിലാണ്, ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രതിഫലം, അല്ലേ? എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതും 12 എന്നുള്ള ആ ഒരു സംഖ്യ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മുൻപോട്ട് വായിക്കാം, അതിനുശേഷം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വെളിപ്പാട് 15-21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതിൻ്റെ എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട, അബ്രഹാം വരെയും ആദ്യ സമയത്തെ വാഗ്ദത്ത ദേശത്തെത്തിയതിന് ശേഷം വിശ്വാസത്തോടുകൂടി ദൈവം താൻ ശില്പിയായിരിക്കുന്ന ഒരു നഗരത്തിനായി നോക്കി പാർത്തു. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലനും 12 അപ്പോസ്തലനും, പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, നമുക്കൊരു നഗരം വരുവാനുണ്ട്. അവരെല്ലാം, അവരുടെ പ്രത്യാശയായിരുന്നു വരുവാനുള്ള നഗരം, ദ സിറ്റി ദാറ്റ് ഈസ് ടു കം. അതേസമയം അതിപ്പം നമുക്ക് മനസ്സിലായി, ഇത് ഭൂമിയിൽ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഉണ്ടാകണമേ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതേസമയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമുക്ക് നിത്യപാർപ്പിടം കൈകളാൽ പണിയപ്പെടാത്തതാണ്. അതെവിടെയാണ്?
സ്വർഗത്തിലാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 തെസ്സലോനിയർ 4:17 ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുക, ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ എന്നേക്കും ആയിരിക്കും. എങ്ങനെ? സ്വർഗസ്ഥലങ്ങളിൽ. നമ്മൾ ഈ ഭൂമിയിലോട്ട് വരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി, ബോഡി ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങളാണ് വീണുപോയ സാത്താൻ്റെ ദൂതന്മാരെ റീപ്ലേസ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 21:22-27 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാക്യം നമ്മൾ വായിച്ച് കേട്ടപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തുണ്ട്? വെള്ളസിംഹാസനത്തിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. ദേവാലയം ഉണ്ട്, ആരാധനയുണ്ട്, അന്യജാതിക്കാരുണ്ട്. അവരവരുടെ ആരാധന വസ്തുവുമായിട്ട് യെരുശലേമിലേക്ക് വരും. അതേസമയം വെള്ളസിംഹാസനത്തിന് ശേഷം എന്തില്ല? ദേവാലയമില്ല. അപ്പം ഈ 2 ഭാഗങ്ങളിലെ വർണ്ണിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്നത് കൊണ്ട് പല കൺഫ്യൂഷൻസ്, പല തിയോളജികൾ, പല വ്യാഖ്യാനങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കും. ഓരോ വാക്യങ്ങൾ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുമ്പോൾ ചട്ടത്തിന്മേൽ ചട്ടം, ലൈൻ അപ്പോൺ ലൈൻ, പെർസെപ്റ്റ്സ് അപ്പോൺ പെർസെപ്റ്റ്, ഇവിടെ അല്പം അവിടെ അല്പം, ഹിയർ എ ബിറ്റ് ദർ എ ബിറ്റ്. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. വിൽ ഗോഡ് റീപ്ലേസ് ദ കറണ്ട് എർത്ത് ആൻഡ് ഹെവൻ? ഇപ്പോൾ ഉള്ള ഈ ഭൂമിയെയും ഇപ്പോൾ നാം കാണുന്ന ആകാശത്തെയും ദൈവം റീപ്ലേസ് ചെയ്ത് പുതിയൊരു സോളാർ സിസ്റ്റം ഉണ്ടാക്കുമോ? അതാണോ ഈ ന്യൂ ഹെവൻ ന്യൂ? ഒരിക്കലുമല്ല. റൈറ്റ്? എക്ലീസിയാസ്റ്റിക് സഭാപ്രസംഗി 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക, ഒരു തലമുറ, അല്ലേ? നമുക്കതൊന്ന് വായിക്കാം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. 104-ാം സങ്കീർത്തനം 5-ഉം 119-90 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:90. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അപ്പോൾ തിരുവചനത്തിൽ 2 ടൈപ്പിലെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വാക്യങ്ങൾ പറയുന്നത് എന്തോ ഭൂമി ഇളകിപ്പോവുകയില്ല, അത് എന്നേക്കും നിലനിൽക്കും, ഉറച്ചു നിൽക്കുന്നു എന്ന് ദൈവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക. ആൻഡ് ഇറ്റ് എൻഡോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ മറ്റു ചില വാക്യങ്ങളുണ്ട്, അത് പറഞ്ഞ് ഭൂമിക്ക് മാറ്റം വരും എന്ന്. നമുക്കൊന്ന് വായിച്ച ഹെബ്രായർ 1-ാം അധ്യായം 10-12 അതേ കാര്യമാണ്. സങ്കീർത്തനങ്ങൾ 102-ന്റെ 25-26 വാക്യം നമുക്ക് കേൾക്കാം. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പുപോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. And they, as a vesture shall thou change them, and they shall be changed. അവിടെ ഒരു രൂപാന്തരം, ഒരു റിനോവേഷൻ ആണ് നടക്കുന്നത്. ഇത് നീങ്ങിപ്പോയി, ഇത് എല്ലാം പുതിയൊരു സോളാർ സിസ്റ്റം ദൈവം ഉണ്ടാക്കുകയല്ല. ഇതേ ഭൂമി, ഇതേ ആകാശം, പക്ഷെ ചില ചേഞ്ചസ് വരാൻ പോവുകയാണ്. അത് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 24:35 കർത്താവ് തന്നെ പറയുകയാണ്, ആകാശവും ഭൂമിയും മാറിപ്പോകും എന്ന് പറയാം. നമുക്ക് 2 പത്രോസ് 3:11-13 വരെയുള്ള വാക്യം നമ്മൾ വായിക്കാം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ
വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. Right? നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഭാഗങ്ങൾ ഒരു പ്രവചന പദ്ധതിയുടെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്രോഫസി പ്രോഗ്രാം. യെശയ്യാ 51 അധ്യായം 3 വാക്യം തൊട്ട് 16 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ എൻറ്റയർ പ്രോഫസി പ്രോഗ്രാമിൻ്റെ ഒരു സമ്മറി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അവസാന ഭാഗത്ത് ദൈവം വാഗ്ദത്തം ചെയ്യുക, ദൈവം പുതിയൊരു ഭൂമിയും പുതിയ ആകാശത്തിനും അടിസ്ഥാനമിടുന്നു. നമുക്ക് ഇതൊന്ന് വായിക്കാം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. എൻ്റെ ജനമേ, എൻ്റെ വാക്ക് കേൾപ്പിൻ. എൻ്റെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എൻ്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ നീതി സമീപമായിരിക്കുന്നു. എൻ്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ. താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയി പോകും. ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും. എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചു കളയും. കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നുവെന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത്? പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കയില്ല. അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം ഭൂമിയെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ ആക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഇത് ദ ഹോൾ പ്രോഫസി പ്രോഗ്രാം. മഹോപദ്രവകാലം, അതിൻ്റെ മധ്യേ മഹാസർപ്പം അതിനെ ദൈവം വെട്ടുന്നതും അതെല്ലാ കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റിൽ പറയാം, ഐ വിൽ ലേ എ ഫൗണ്ടേഷൻ that I may plant the heavens and lay the foundations of the earth and say unto Zion, thou art my people. ഈ ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, അതിനൊരു ഫൗണ്ടേഷൻ ദൈവമിടും. ഇത് എല്ലാം നമ്മൾ വായിച്ച് കേട്ടത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ദ ജെൻറ്റൈൽ നേഷൻസിനോട് ഉള്ളൊരു ആലോചന അല്ല, സിയോനോടുള്ളൊരു ആലോചനയാണ്. അപ്പം നമുക്ക് ഈ രണ്ട് കാലഘട്ടത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ദ മില്ലീനിയം റീൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇവിടെ ഭൂമിയിൽ നടക്കുന്നത്, ഇതായത് വെള്ളസിംഹാസനത്തിന് മുമ്പുള്ള കാര്യം. സാത്താനെ 1000 വർഷത്തേക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്?
അഗാധഗർത്തത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളെ അവൻ വഞ്ചിക്കാൻ കഴിയാത്ത വണ്ണം ബന്ധിച്ചിരിക്കുകയാണ്. പാപവും മത്സരവും ഈ ഭൂമിയിൽ അപ്പോഴുമുണ്ട്. 110 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നത്, കർത്താവ് തൻ്റെ ശത്രുക്കളുടെ മധ്യേയാണ് വാഴുന്നത്. സങ്കീർത്തനം 2 രാജാക്കന്മാർ യെരുശലേം വന്ന് ദേവാലയത്തിൽ ആരാധനയൊക്കെ കഴിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുക, ഒരു ഗൂഢാലോചന ചെയ്യുകയാണ് അല്ലേ. ദൈവത്തിനെതിരെ എന്ത് ചെയ്യുക? അവർ മർമർ ചെയ്യുകയാണ്, അവർ പിറുപിറുക്കുകയാണ് അല്ലേ. അപ്പോൾ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ എന്തുണ്ട്? രോഗമുണ്ട്, മരണമുണ്ട്, ആൾക്കാർക്ക് ദീർഘായുസ്സുണ്ട്. വൃക്ഷത്തെ പോലെയാണ് ആൾക്കാരുടെ ആയുസ്. എന്നാലും അവിടെ എന്തുണ്ട്? മരണമുണ്ട്, രോഗങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 22 അധ്യായം അതിൻ്റെ 1 തൊട്ട് 2 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ജീവജല നദി യഹോവയുടെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നു. അതിൻ്റെ 2 കരയിലും 12 വൃക്ഷങ്ങൾ നിൽക്കുന്നു. ആ വൃക്ഷങ്ങൾ മാസം തോറും പുതിയ ഫലങ്ങൾ നൽകുന്നു. അതിൻ്റെ ഇലകൾ ജാതികളുടെ രോഗസൗഖ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ആ വാക്യം ഏത് കാലഘട്ടത്തെ വാക്യമാണ്? വെള്ളസിംഹാസനത്തിന് മുമ്പുള്ള കാരണം ജാതികളുണ്ട്, രോഗമുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അടുത്തത് 4 കാര്യം, ഈ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ ശാപമുണ്ട്. ഓക്കെ, കാരണം എന്താണ്? അവിടെ തിരുവചനം എഴുതിയിരിക്കുന്ന ബാബിലോൺ സിറ്റി, അതിൻ്റെ പുക, അത് നശിച്ചു, അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ആ യെശയ്യാ 13:20 ഭാഗം വായിക്കുമ്പോൾ അത് തലമുറയായും ഒരു നിർജ്ജന സ്ഥലമായിരിക്കും. അപ്പോൾ തന്നെ ആണ്ടുതോറും യെരുശലേമിൽ വരാത്ത രാജാക്കന്മാർ, അവരുടെ ദേശത്ത് ദൈവം എന്ത് ചെയ്യില്ല? മഴ പെയ്യിക്കേ ഇല്ല. അപ്പോൾ ശാപമുണ്ട് ഈ 1000 ആണ്ട് വാഴ്ചയിലും. 1000 ആണ്ട് വാഴ്ചയിൽ എന്തുണ്ട്? ദേവാലയമുണ്ട്. ദർ ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് ഓൺ എർത്ത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:74 സക്കറിയ പ്രവാചകൻ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ചുറ്റും ഉള്ള ശത്രുക്കളിൽ നിന്ന് ഉള്ള ഭീതിയിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിട്ട് സമാധാനത്തോടുകൂടി എന്നേക്കും നിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതാണ് അവരുടെ പ്രത്യാശ. സക്കറിയ പ്രവചനം 6:12-13 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ 11:1 വായിക്കുമ്പോൾ, ദ ബ്രാഞ്ച് ക്രൈസ്റ്റ് ഹിംസെൽഫ്, ക്രിസ്തു തന്നെ എന്ത് ചെയ്യും? ദേവാലയം പണിയും. 6 ഒരു കാര്യം, ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ അന്യജാതികൾക്കൊരു വെളിച്ചമായിരിക്കും. സക്കറിയ 8:23, വെളിപ്പാട് പുസ്തകം 21:4 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന 10 പേര്, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ 10 പേര് വന്നിട്ട് ഒരു യഹൂദൻ്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് പറയും, ഞങ്ങളും നിന്നോടുകൂടെ വരികയാണ്, കാരണം ഞങ്ങൾക്ക് മനസ്സിലായി നിന്നോടുകൂടെ ദൈവം ഉണ്ട്. അപ്പം ജാതികൾ ഇസ്രായേലിൻ്റെ വെളിച്ചത്തിലേക്ക് വരും എന്നുള്ള പ്രൊഫസി. അവിടെ കടലുകളുണ്ട് ഇല്ലേ. 1000 ആണ്ട് വാഴ്ചയിൽ ദർ ആർ സീസ്. ദ ടേം സീ, കടൽ എന്നുള്ള വാക്ക് ലിറ്ററൽ മെഡിറ്ററേനിയൻ, പസഫിക്, അറ്റ്ലാന്റിക് ഓഷ്യനെ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. തിരുവചനത്തിൽ പ്രൊഫസി പ്രോഗ്രാമിൽ കടലിന് ഉദ്ദേശിച്ചിരിക്കുന്നത് ജാതികളുടെ സമൂഹമാണ്. കാരണം ഒരു ഉദാഹരണം, കടലിൽ നിന്ന് ഉയരുന്ന മൃഗം. അപ്പോൾ വാസ്തവത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് കയറി വരുന്ന ഒരു വലിയൊരു തിമിംഗലം പോലുള്ളൊരു വ്യക്തിയാണോ ഈ മൃഗം? അല്ല. ജാതികളിൽ നിന്ന് വരുന്ന ഒരു ലീഡർ, ഫ്യൂച്ചർ ലീഡർ ആണ് ഈ ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഒരു ലിമിറ്റുണ്ട് അല്ലേ. 1000 വർഷം, അതാണ് അതിൻ്റെ ലിമിറ്റ്. അത് കഴിയുമ്പോൾ വീണ്ടും സാത്താനെ അഴിച്ചുവിടുന്നു. ഗോഗ് മാഗോഗിൻ്റെ മഹായുദ്ധം വരുന്നു. അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി നശിപ്പിക്കുന്നതും, പിന്നീട് വെള്ളസിംഹാസനം, പിന്നീട് നിത്യതയും. അപ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. പക്ഷേ എറ്റേർണിറ്റി, വെള്ളസിംഹാസനത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ
എന്താണ് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ സാത്താനെ എന്നേക്കുമായി ദ ലേക്ക് ഓഫ് ഫയറിലേക്ക്, കടാത്ത തീയിലേക്ക് ഇട്ടിരിക്കുക. ഇനിയും പാപമില്ല. ദർ ഈസ് നോ സിൻ ആൻഡ് ദർ ഈസ് നോ റിബല്യൻ. വെളിപ്പാട് പുസ്തകം 21-8 വാക്യത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഉണ്ട്. എല്ലാം ദൈവത്തിന് എതിര് ഉള്ള എല്ലാവരും തീർന്നു. രോഗവും മരണവും പിന്നീട് ഇല്ല. വെളിപ്പാട് പുസ്തകം 20-14-15 നമ്മൾ വായിച്ച് കേട്ടല്ലോ. പുതിയ ഭൂമി, പുതിയ ആകാശത്ത് ദർ ഈസ് നോ സിക്നെസ്, നോ ഡെത്ത്. ഇനിയും ശാപമില്ല. ഭൂമി എങ്ങനെ ആദാമും ഹവ്വാവും അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് ആയിരുന്നോ അതുപോലായിരിക്കും. വളരെ ഫലപുഷ്ടിയുള്ള ഒരു ഭൂമിയായിരിക്കും. മുള്ളും പറക്കാരെയും അവിടെ കാണുകയില്ല. ദർ ഈസ് നോ കേഴ്സ്. ദർ ഈസ് നോ ടെമ്പിൾ ഇൻ ദ ന്യൂ എർത്ത്. പുതിയ ഭൂമിയിൽ എന്തില്ല? ദേവാലയമില്ല. കുഞ്ഞാട് തന്നെയാണ് ദേവാലയം. അവിടെ സൂര്യനും ചന്ദ്രൻ്റെയും ആവശ്യമില്ല. ദ ലാംപ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശുക്രിസ്തു പറയുകയുണ്ടായി, 2 കാര്യം പറയുകയുണ്ടായി. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് യഹൂദർ ഇസ്രായേൽ മക്കളോട് നോക്കിയിട്ട് പറഞ്ഞു, യീ ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. 2 കാര്യം. 7ാമത്തെ കാര്യം, ദർ ഈസ് നോ സീ. ന്യൂ എർത്തിൽ എന്തില്ല? കടലില്ല എന്ന് പറയുമ്പോൾ അവിടെ പസഫിക് ഓഷ്യൻ, മെഡിറ്ററേനിയൻ ആ കടലാണോ? അല്ല. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ, പഴയ നിയമം പഠിക്കുമ്പോൾ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടപ്പോൾ അനേക മിസ്രൈമ്യരും ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ കണ്ട് അവർ ഇസ്രായേലിനോട് കൂടെ ചെങ്കടൽ കടന്നു. എസ്തേറിൻ്റെ പുസ്തകം 8-17 വായിക്കുമ്പോൾ സൂഷാൻ നഗരത്തിൽ ദൈവം ചെയ്ത അത്ഭുതം കണ്ട് ആൾക്കാർ അനേകര് യഹൂദരായി മാറുകയുണ്ടായി. അപ്പോൾ ഈ പുതിയ ഭൂമിയിൽ നമ്മൾ ഓർക്കണം, ഈ വെള്ളസിംഹാസനത്തിന് മുമ്പ് മാനവജാതി എല്ലാം മരിച്ച് തീരുന്നില്ല. അവിശ്വാസികൾ മരിച്ചവരും ഒക്കെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജീവനോടെ, ഇതേ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. യോഹന്നാൻ 3:16 പറഞ്ഞ, എന്നെ വിശ്വസിക്കുന്നവരേവരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവർക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കും എന്നുള്ള വാക്യമുണ്ട്. ഈ 1000 ആണ്ട് വാഴ്ചയിലും അതിന് ശേഷമുള്ള ടൈമിലും, ആ ഷോർട്ട് പീരീഡിലും മരിച്ചു പോകാത്ത അനേക വിശ്വാസികളുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? അവർ എന്ത് ചെയ്യും? ഈ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞ് നേരെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ശരീരം എങ്ങനത്തെ ആയിരിക്കും? ആദാമും ഹവ്വാവും പാപം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഉള്ള ശരീരം പോലെ പെർഫെക്റ്റ്. അതുപോലെ ആയിരിക്കും. ഓക്കെ. എറ്റേർണിറ്റി. ഈ എറ്റേർണിറ്റിയിൽ ഇനി സമയം ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം. അത് നിത്യതയാണ്. അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളിലെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ മില്ലേനിയം റീജൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എറ്റേർണിറ്റി. വെള്ളസിംഹാസനത്തിന് മുമ്പും വെള്ളസിംഹാസനത്തിന് ശേഷവും ഉള്ള ഈ 2 വാക്യങ്ങളും ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് വളരെ കൺഫ്യൂഷൻസിന് ഇടയാകും. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോഴെന്താണ് പുതിയതായത്? ഉദാഹരണത്തിന്, ഒരു കമ്പനി വളരെ നഷ്ടത്തിൽ പോവുകയായിരുന്നു. അവർ ബാങ്ക്രപ്റ്റ് ആകുന്നൊരു സിറ്റുവേഷനിലേക്കായപ്പോൾ ഒരു പുതിയൊരു മാനേജ്മെൻറ്റ് വന്നിട്ട് പറയുക, ഞങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തോളാം. പുതിയ മാനേജ്മെൻറ്റ് വന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് അവരെന്ത് ചെയ്തു?
അനേക പുതിയ സ്ട്രാറ്റജികൾ, പുതിയ പ്രൊഡക്ട്സ്, പുതിയ സ്കീംസ് ആഡ് ചെയ്തിട്ട് അവർ ഈ ബിസിനസ്സിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തി. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് എന്തു പറയും? ഏയ് ഇപ്പോൾ പഴയ പോലല്ല കേട്ടോ, ഇപ്പം കാര്യങ്ങൾ പുതിയ മാനേജ്മെൻറ്റ് വന്നു, പഴയ പോലല്ല സംഗതികൾ, എല്ലാം ഇപ്പം നല്ലതാ. പണ്ട് ഞങ്ങൾ നഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ ലാഭമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ എണ്ണങ്ങൾ വർദ്ധിച്ചു, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ് വർദ്ധിച്ചു, അങ്ങനൊക്കെ പറയാനിടയാകും ഇല്ലേ? അപ്പോഴെന്താണ് പുതിയതായത്? ഒന്ന്, ദ ന്യൂ ഗവർണൻസ്, പുതിയ ഭരണം വരികയാണ് സ്വർഗത്തിൽ. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എഫേസ്യർക്ക് ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പോരാട്ടം ആരോടാണ്? ജഡരക്തത്തോടല്ല, മറിച്ച് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസ്, ഏതാ? സ്വർലോകത്തിലെ, അല്ലേ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം മഹോപതത്തിൻ്റെ മധ്യഭാഗത്ത് സ്വർഗത്തിലെ യുദ്ധം നടക്കുമ്പോൾ മീഖായേലും കൂട്ടരും മറ്റുള്ള വീണുപോയ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനം പിന്നെ അവിടെ കാണാതെ അവരെ ഭൂമിയിലേക്ക് ഇടുകയാണ്. ആ സമയത്ത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങൾ വീണുപോയ ദൂതന്മാരുടെ സ്ഥാനങ്ങൾ എന്തു ചെയ്യും? ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അവർ റീപ്ലേസ് ആവുക. അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ളവരെ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ആനന്ദിപ്പി, നിങ്ങൾ അവരുല്ലസിച്ച് ആനന്ദിക്കുക. അതേസമയം അതേ അധ്യായത്തിൽ പറയുക, ഭൂനിവാസികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ടായി? ഒരു ഭരണത്തിനൊരു മാറ്റം വന്നു. ഈ പീരീഡിൽ ഭൂമിയിൽ ഇസ്രായേൽ മക്കൾ വാഴുകയാണ്, ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിതമാവുകയാണ്. അപ്പോൾ ഭൂമിയുടെ ശുദ്ധീകരണം നടന്നു, സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം നടന്നു. അപ്പോൾ പുതിയൊരു ഗവർണൻസ് ആണ് വരുന്നത്. രണ്ട്, ഈ പീഡന കാലത്ത് നാച്ചുറൽ കലാമിറ്റീസ്, മനുഷ്യൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഭൂകമ്പങ്ങൾ, ഇതൊക്കെ കാരണം, തീകൾ കാരണം ഈ ഭൂമിയുടെ അതിൻ്റെ ഔട്ട്ലുക്കിനെ എന്ത് ചെയ്യുകയാണ്? ഒരു വലിയ മാറ്റം വരികയാണ്. തിരുവചനം പറഞ്ഞ ദ്വീപുകൾ പിന്നെ കണ്ടില്ല, പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് മറിഞ്ഞുപോയി. സിയോൻ പർവ്വതം ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമായി മാറുകയാണ്. എന്താണ് പുതിയതായത്? എറ്റേർണിറ്റിയിൽ പാപമില്ല, ശാപമില്ല, മരണമില്ല, കറപ്ഷനില്ല. ആദ്യത്തെ ഭൂമി ദൈവം ആദ്യം ഉണ്ടാക്കിയപ്പോൾ ആദാമിനും ഹവ്വയ്ക്കും വേണ്ടിയായിരുന്നു, ഇല്ലേ? ആദാമിൻ്റെ വൈഫ് ഹവ്വയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാൽ പുതിയ ഭൂമിയിൽ ക്രിസ്തു മണവാളനും ഇസ്രായേൽ മണവാട്ടിയും അവർക്ക് വേണ്ടിയാണ്, അവരുടെ വാസം. അതാണ് നമ്മൾ വായിച്ചത്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം, നിത്യവാസം മനുഷ്യരോടൊപ്പം. ലാസ്റ്റ്ലി, മനുഷ്യൻ ദൈവത്തെ മുഖാമുഖമായിട്ട്, കർത്താവിനെ മുഖാമുഖമായിട്ട് കാണാൻ കഴിയുന്നൊരു കാലഘട്ടം. അതാണ് പുതിയതായി ഇതേ ഭൂമിയ, ആകാശം ഇതേ, പക്ഷേ ഇതൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. നമ്മുടെ റൈറ്റ് ഡിവിഷൻ ചാർട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം, നിത്യത എന്ന് പറയുമ്പോൾ ഈസ് ആഫ്റ്റർ ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. ആ ടൈമിൽ സ്വർഗമണ്ഡലങ്ങളും ഭൂമണ്ഡലങ്ങളും ശുദ്ധമായിരിക്കുകയാണ്. 22-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം, ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി. നമുക്കൊന്ന് വായിക്കാം, 1 തൊട്ട് 5 വരെയുള്ള വാക്യം. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും.
അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിൽ ഈ ജെൻറ്റൈൽ നേഷൻസ് ഇല്ല, എല്ലാവരും ബിലീവേഴ്സാണ് അല്ലേ? മുമ്പേ നമ്മൾ പഠിച്ചതുപോലെ അന്യജാതിക്കാർ പലരും യഹൂദരായി മാറി. രാജ്യത്തിൻ്റെ സുവിശേഷമാണ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രസംഗം, കൃപയുടെ സുവിശേഷമല്ല. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് എല്ലാം മനസ്സിലാക്കും. ഏത് വാക്യം വെള്ളസിംഹാസനത്തിന് മുമ്പ്, ഏത് വാക്യം വെള്ളസിംഹാസനത്തിന് ശേഷമുള്ളത്, രണ്ട് ഇടകലർന്ന് നിൽക്കുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. 6 തൊട്ട് 9 വരെയുള്ള വാക്യം. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അത് അരുത്. ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതൊരു പ്രോഫസി പ്രോഗ്രാമാണ് അല്ലെ? പൗലോസിന് മുമ്പുള്ള വിശുദ്ധ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഇവിടെ വേറൊരു കാര്യം, ഇവിടെ ഒരു കണ്ടീഷണൽ കാര്യമാണ്. ബ്ലെസ്സഡ് ഈസ് ഹി ദാറ്റ് കീപ്പത്ത് ദ സെയിങ്സ് അല്ലേ? പ്രവൃത്തിയും വേണം. അത് അങ്ങനല്ല. ഇന്നത്തെ കൃപായുഗത്തിലെ രക്ഷയുടെ പദ്ധതി അങ്ങനല്ല. വിശ്വാസത്താൽ, പ്രവൃത്തി കൂടാതുള്ള നീതീകരണമാണ്. ചില കൾട്ടുകളുണ്ട്, ക്രിസ്ത്യൻ കൾട്സുകളുണ്ട്. അവർ പറയും യേശു ക്രിസ്തു മീഖായേൽ അല്ലെങ്കിൽ ഗബ്രിയേൽ ദൂതനാണ്, വെറും ഒരു ഏഞ്ചലാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൂതൻ എന്താ പറയുന്നത്? എന്നെ ആരാധിക്കല്ലേ, ദൈവത്തെ ആരാധിക്കും. ദൂതൻ പറയുകയാണ്, എന്നെ ആരാധിക്കല്ലേ, ഡോണ്ട് വർഷിപ്പ് മീ, വർഷിപ്പ് ഗോഡ് എന്നാണ് ദൂതൻ പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് 10 തൊട്ട് 15 വരെയുള്ള വാക്യം വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പോൾ ഇതൊരു പ്രോഫസി പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞായിരുന്നു. ഇതേ സംഭവങ്ങൾ നമുക്ക് ദാനിയേൽ പ്രവചനത്തിലും സഖറിയ പ്രവചനത്തിലും ഒക്കെ കാണാൻ കഴിയും. ദാനിയേലിനോട് പറയുകയാണ്, നീ പുസ്തകം മുദ്രയുടെ, ഇത് യുഗാന്ത്യത്തിലേക്കുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ യോഹന്നാനോട് പറയുക, ഇത് മുദ്രയിടല്ലേ. കാരണം എന്തുവാ? ടൈം ഈസ് അറ്റ് ഹാൻഡ്. കൃപായുഗം അഥവാ ഇസ്രായേൽ മക്കൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ കൃപായുഗത്തിൻ്റെ ഒരു ആവശ്യം വരികയില്ലായിരുന്നു. അടുത്തത് 11ാമത്തെ വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അതെന്താണ്? അവരുടെ അനീതി ചെയ്യുന്നവരുടെ എറ്റേർണൽ സ്റ്റേറ്റസ് ആണ്. എന്തുവാ? അനീതി. ദ അൺജസ്റ്റ് ഷാൽ ഓൾവേസ് ബി അൺജസ്റ്റ്. ഇനിയും അവർക്ക് മാറാൻ കഴിയുകയില്ല. അതേസമയം നീതിമാനോ, അവനിനിയും പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയ ഭൂമിയിൽ പുതിയ ശരീരം ഉയർത്തെഴുന്നേറ്റവർ, അവർ ദൂതതുല്യരായിട്ടാണ്. അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. ദേ കനോട്ട് സിൻ.
എത്ര സന്തോഷം, എത്ര ആശ്വാസമുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ റാപ്ചറിന് ശേഷം പാപം ചെയ്യാൻ കഴിയാത്തൊരു പെർഫെക്ഷനിലേക്ക് ദൈവം എത്തിക്കും നമ്മളെ. അത് ഇന്ന് നമ്മുടെ ഈ ശരീരത്തിൽ അന്വേഷിക്കല്ലേ, നിരാശപ്പെട്ടു പോകും. അത് അന്നത്തേക്കുള്ളതാണ് അല്ലേ? അതാണ് ബോൺ അഗെയിൻ. ആ ബോൺ അഗെയിൻ ആൾക്കാർക്ക് പാപം ചെയ്യാൻ കഴിയത്തേ ഇല്ലെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് അല്ലേ? തിരുവചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന് അനേക ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട്. അൽഫ, ഒമേഗ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദ ഓൾ മൈറ്റി. ഇതേ കാര്യങ്ങൾ പ്രവചന പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കാരണം മിസ്റ്ററി പ്രോഗ്രാം ആണെങ്കിലും ശരി, പ്രവചന പ്രോഗ്രാം ആണെങ്കിലും ശരി, ദൈവം ആ ദൈവത്തിന് മാറ്റം വരുന്നില്ല അല്ലേ? അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്തോ? കണ്ടീഷണൽ സാൽവേഷൻ. കൽപ്പന പ്രമാണിച്ചാൽ അവർക്കാണ് ജീവന്റെ വൃക്ഷത്തിലേക്ക് ഉള്ള പ്രവേശനം. അങ്ങനെയാണോ ഈ കൃപായുഗത്തിൽ? അല്ല, നമ്മുടെ പ്രവൃത്തി കൂടാതുള്ള രക്ഷ. 15-ാമത്തെ വാക്യത്തിൽ ഡോഗ്സ്, സോഴ്സറേഴ്സ്, വിക്കറ്റ്, കള്ളം പറയുന്നവർ, അവരെല്ലാവരും പുറത്തുനിന്ന് പറയുമ്പോൾ അവർക്കാർക്കും ആ ആലയത്തിലേക്ക് കടക്കാൻ കഴിയാത്ത വണ്ണം അവർ പുറത്താണ്. എഗെയിൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, വെള്ളസിംഹാസനത്തിന് മുമ്പും വെള്ളസിംഹാസനത്തിന് പിമ്പും. വെള്ളസിംഹാസനം കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അവരവിടെ പുതിയ ഭൂമിയിൽ ഇല്ല. 22-ാം അധ്യായം 16-17 വാക്യം നമുക്ക് വായിക്കുമ്പോൾ, യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ആത്മാവും മണവാട്ടിയും പറയുന്നത് എന്തുവാ? വരിക. കർത്താവ് മണവാളനോട് പറയുക, വരിക. അപ്പോൾ മണവാട്ടി എവിടെ ഉണ്ട് ഈ സമയത്ത്? പരിശുദ്ധാത്മാവിനോട് കൂടെ മണവാട്ടി ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എവിടുണ്ട്? സ്വർഗസ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിന് വ്യത്യാസം മനസ്സിലാവുന്നു. മണവാട്ടി ആരാ? ഇസ്രായേലാണ്. പലർ പറയാറുണ്ട് പരിശുദ്ധാത്മാവ് ഈ റാപ്ചർ, ഉൾപ്രാവണത്തിന് ശേഷം പരിശുദ്ധാത്മാവില്ല ഈ ഭൂമിയിൽ എന്ന് പറയാറുണ്ട്. പക്ഷെ അതല്ല, പരിശുദ്ധാത്മാവുമുണ്ട്, ഇസ്രായേലുമുണ്ട്. ഇസ്രായേലാണ് മണവാട്ടി. ഇവിടെ ക്രിസ്തുവിനെ ദാവീദിൻ്റെ വേര് എന്ന് പറയുന്നുണ്ട്. ഉദയ നക്ഷത്രം, ബ്രൈറ്റ് ആൻഡ് ദ മോർണിംഗ് സ്റ്റാർ, ഇതൊക്കെ പ്രൊഫസി ബുക്കിലുള്ള ടൈറ്റിൽസ് ആണ്. 18 തൊട്ട് 21 വരെ നമുക്ക് വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോൾ ഇവിടെ നാം കാണുന്ന എന്താണ്? വീണ്ടും ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ വായിച്ചിട്ട് പ്രമാണിക്കണം. പ്രമാണിക്കാത്തൊരു വ്യക്തിക്ക് എന്തുണ്ട്? അത് തന്നെയല്ല, ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് ദൈവമുണ്ട് ശിക്ഷാവിധി കൊടുക്കുകയാണ് അല്ലേ? ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ ആ നഗരത്തിൽ കടക്കുകയുള്ളൂ. ആ നഗരം എവിടെയാണ്? ഭൂമിയിലാണ് അല്ലേ? അതേസമയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ നിത്യവാസം എവിടെയാണ്? കൈപ്പണിയല്ലാത്ത നിത്യപാർപ്പിടം സ്വർഗസ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി പഠിക്കണം. 21-ാമത്തെ വാക്യം ദ ഫൈനൽ ബെനഡിക്ഷൻ ആണ്. എന്താ? The grace of our Lord Jesus Christ be with you all. Amen. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഹേയ്, അവിടെയും ഗ്രേസ് ഉണ്ട്, ഇവിടെയും ഗ്രേസ് ഉണ്ട്.
പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഗ്രേസ് ഏതാണ്? 1 പത്രോസ് 1:3 തൊട്ട് 5 വരെ വാക്യവും 13 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഏത് ഗ്രേസിനെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്? വരുവാൻ ഇരിക്കുന്ന രക്ഷ. അതാ കിങ്ഡം പ്രോഗ്രാം. ഇസ്രായേലിന് രക്ഷ എപ്പോഴാണ് വരുന്നത്? കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ്, അല്ലേ? അവർക്ക് വേണ്ടി കർത്താവ് ആകാശത്ത് പ്രത്യക്ഷമാകുമ്പോൾ അവർ എല്ലാവരും കർത്താവിൻ്റെ കുത്തിയവെങ്കിലേക്ക് നോക്കും. അവർ ചോദിക്കും, കർത്താവ് നിന്റെ ശരീരത്തിൽ ഈ കുത്തുകൾ, ഈ പാടുകൾ എന്താണ്? കർത്താവ് അവരോട് പറയുക, ഞാൻ എൻ്റെ സഹോദരന്മാരുടെ വീട്ടിൽ വന്നപ്പോൾ അവർ എനിക്ക് ചെയ്ത കാര്യങ്ങളാണ്. അവർ വിലപിക്കും. സക്കറിയ പ്രവചനം പറയുന്നത് എന്താ? അന്നാളിൽ ഞാൻ അവരുടെ മേൽ കൃപയുടെയും കരുണയുടെയും മാനസാന്തരത്തിൻ്റെയും ആത്മാവിനെ ഞാൻ പകരും. ഇവിടെ 13 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപ. കർത്താവിൻ്റെ 2ാം വരവെങ്കിൽ അവർക്ക് കൃപ ലഭിക്കുന്നത്. അതേസമയം ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ദ ഗ്രേസ് പീരീഡിൽ എങ്ങനെയാണ്? എഫേസ്യർക്കെഴുതിയ ലേഖനം 2:8 എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഫോർ ബൈ ഗ്രേസ് യു ആർ സേവ്ഡ്. നമുക്കിപ്പോൾ തന്നെ കൃപ ലഭിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യത്തിൻ്റെ പദ്ധതി, പ്രോഫസി പ്രോഗ്രാമിൽ കൃപ അവർക്ക് ലഭിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അതാണ് ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ. ആമേൻ. ആൻഡ് ദ ഫൈനൽ ബെനഡിക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് വെളിപ്പാട് പുസ്തകം 21 22 കവർ ചെയ്തു. നമ്മുടെ പ്രോഗ്രാം, ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഹീബ്രൂസ് ടു റെവലേഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, പ്രധാനമായി കണ്ടത് രക്ഷ കണ്ടീഷണലാണ്, ഇല്ലേ? രക്ഷ വിശ്വാസത്താൽ മാത്രമല്ല, അതിന് തക്കതായ പ്രവൃത്തിയും വേണം. അവസാനം വരെ നിലനിൽക്കുന്നവനാണ് രക്ഷ. പ്രതിഫലം ഭൂമിയിലാണ്, യുദ്ധം ഭൂമിയിലാണ്, ജഡരക്തത്തോടാണ്. അതേസമയം കൃപായുഗത്തിൽ യുദ്ധം ആത്മമണ്ഡലത്തിലുള്ള ദുഷ്ടാത്മസേനകളോടാണ്. പ്രതിഫലവും സ്വർഗത്തിലാണ്, നിത്യപാർപ്പിടം സ്വർഗത്തിലാണ്. നാം ഈ ഭൂമിയിൽ തിരികെ വരാതെ നാം നിത്യതയിൽ മറയുന്ന ചെറിയാൻ സാർ പാട്ടിന് എൻ്റെ എഴുതിയിട്ട് പോലെ, വി ഷാൽ ബി വിത്ത് ദ ലോർഡ് ഫോർ എവർ ആൻഡ് എവർ ഇൻ ഹെവൻലി പ്ലേസ്. ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം ഹെൽപ്ഫുൾ ആകുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.